തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട CC യോഗമാണ്. പ്രത്യേകിച്ച് ടീച്ചറുടെ മണ്ഡലത്തിലെ അടക്കം കാര്യങ്ങൾ വിഷയങ്ങളായിട്ട് ഉന്നയിക്കും. അല്ലേ, ഇവിടെ എങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ കാര്യങ്ങളല്ല. സ്വന്തം പാർട്ടി CC എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള പൊളിറ്റിക്സ് അതൊരു 2-2.5 മാസം കൂടുമ്പോൾ അനാലിസിസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ചർച്ച നടത്തി നമ്മളതിലെല്ലാം സ്വീകരിക്കുന്ന സമീപനമാണ് പൊതുവെ ചർച്ച ചെയ്യുക പൊളിറ്റിക്കലായിട്ട്. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളുടെ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യും. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ടുള്ള കാര്യമൊന്നും ഇവിടെ ചർച്ച ചെയ്യില്ല. ഇത് പാർട്ടി CC അല്ലേ. അത് എത്രയോ തവണ പറഞ്ഞ വിഷയമാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞങ്ങളെല്ലാവരും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളതിൻ്റെ ഒരു ചർച്ച ഞങ്ങൾ നടത്തും. അത് പരിഹരിച്ച് കേരളത്തിലെ ഇടതുപക്ഷം ഒരിക്കലും തകർന്നുപോയി എന്നൊന്നും ആരും കരുതണ്ട. വളരെ ശക്തമായിട്ട് തിരിച്ചു വരും. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വന്നതിൽ ഇത് എത്രയോ തവണ പറഞ്ഞത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഇല്ല, കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങനെ പ്രത്യേക ചർച്ചയൊന്നും ഉണ്ടാവില്ല. പാർട്ടി PB തീരുമാനിച്ച കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി എന്ത് ചർച്ച ചെയ്യും? അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. ജില്ലാ കമ്മിറ്റിയിൽ എന്താ ചർച്ച ആണെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.